നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പാലക്കൽ സെന്ററിൽ UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വാഹനം ആക്രമിച്ചു. വാഹനത്തിന്റെ മുൻവശത്തെ ചില്ല് തകർത്തു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവധിക്കാല ക്യാമ്പ് വേനൽ മഴയ്ക്ക് തുടക്കമായി. ബുധനാഴ്ച മാനത്തെ സാമ്പിൾ പൂരം. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ബുധനാഴ്ച നടക്കും. വല്ലച്ചിറയിൽ നിന്ന് കാണാതായ യുവാവിനെ വീടിനടുത്തുള്ള പാറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. പാലക്കൽ സെന്ററിൽ UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വാഹനം ആക്രമിച്ചു. വാഹനത്തിന്റെ മുൻവശത്തെ ചില്ല് തകർത്തു. വെങ്ങണിശ്ശേരി ഗാന്ധിനഗർ സ്വദേശി 45 വയസ്സുള്ള സുരേഷാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനമായ ഓട്ടോറിക്ഷയുടെ മുന്നിലെ ചില്ല് പട്ടിക കൊണ്ട് അടിച്ചു തകർത്തത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് ആക്രമണമുണ്ടായത്. പാലക്കൽ സെന്ററിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്രമണമുണ്ടായത്. കോൺഗ്രസ് പ്രവർത്തകർ ഉടൻ തന്നെ ആളെ പിടികൂടി. അവണിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചേർപ്പ് പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ആക്രമണം നടത്തിയ ആളെ കസ്റ്റഡിയിലെടുത്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വാഹന പ്രചരണ ജാഥയുടെ ഭാഗമായി പാലയ്ക്ക് മാർക്കറ്റ് പരിസരത്ത് കെ മുരളീധരന്റെ വോട്ട് അപേക്ഷിച്ച് നമ്മൾ വരികയും അതുപോലെ തന്നെ ഓഡിയോ റെക്കോർഡിംഗ് സഹിതം ഇരു സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചതിൻ്റെ ഭാഗമായി ഇത് കേട്ട് അസ്വസ്ഥരായ CPMന്റെ അനുകൂലികളാണ് ഇവിടെ വന്ന് ഈ വണ്ടിയുടെ ചില്ലുകൾ തകർത്തത്. ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഈ വരുന്ന 26-ാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിൽ ചെന്ന് ശക്തമായി പ്രതികരിച്ച് കാട്ടിക്കൊടുക്കേണ്ട എന്ന ഒരു വസ്തുത നമ്മുടെ മുന്നിൽ നൽകുകയാണ്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ വെച്ചുപുറപ്പിക്കാൻ അവണിശ്ശേരിയിൽ കോൺഗ്രസ് പാർട്ടി സമ്മതിക്കില്ല എന്ന് കൂടി പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പാലക്കൽ സെന്ററിൽ ഇതിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് സിസ്റ്റം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും അനുഭാവമുള്ള പ്രവർത്തകൻ വടികൊണ്ട് ഈ വാഹനത്തിൻ്റെ ചില്ല് അടിച്ച് തകർക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷക്കാലത്തോളമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അക്രമ രാഷ്ട്രീയം ഞാനും നിങ്ങളും അടങ്ങുന്ന കേരള ജനത നിത്യേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായി ശബ്ദിക്കുന്നവരെ വായടപ്പിക്കുന്ന രീതിയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഹുങ്ക് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് പാലക്കൽ സെന്ററിൽ ഇത്തരത്തിലുള്ള ഒരു ദുസ്സഹകരമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവണിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം, കെ മുരളീധരൻ നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അക്രമ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണി തയ്യാറായി. GVHSS ചേർപ്പ് അവധിക്കാല ക്യാമ്പ് വേനൽ മഴ ആരംഭിച്ചു. നാടകം, ഫുട്ബോൾ, കായികം എന്നിവയാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ 16 മുതൽ 21 വരെ ക്യാമ്പ് നടക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ജാഫർ സാദിഖ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് VH ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പ് വിശദീകരണം MC രാജേഷ് നിർവഹിച്ചു. ഗ്രാമോദ്ധാരണ സാംസ്കാരിക വേദി നൽകിയ സ്പോർട്സ് കിറ്റ് പ്രധാന അധ്യാപിക KK ലീലയ്ക്ക് കൈമാറി. നാടക ക്യാമ്പ് പ്രസാദ് കിഴക്കോട്ട് നയിച്ചു. സ്മിതൻ KG, PTA വൈസ് പ്രസിഡന്റ് ദിവ്യ ND, SMC വൈസ് ചെയർപേഴ്സൺ അലക്സി MS, OSA പ്രസിഡന്റ് വാഹിദ ബാനി എന്നിവർ സംസാരിച്ചു. വേറെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഈ എക്സാമിലെ കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്നത് എല്ലാ സ്കൂളുകളിലും കുട്ടികൾ ഇങ്ങനെ അവരുടേതായിട്ടുള്ളൊരു ലോകത്തേക്ക് പോവുകയാണ്.
അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനോ ഒന്നിനും യാതൊരു രക്ഷിതാക്കളായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, അല്ലെങ്കിൽ സമൂഹമായിക്കോട്ടെ യാതൊരു പ്രവർത്തനം നടക്കാത്തതിൻ്റെ പേരിൽ തന്നെ അവർ സ്വമേധയെ അവരുടെ വഴികൾ കണ്ടെത്തി പോകുന്നതാണ്. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളെല്ലാം അനുസരണയില്ലാതായി പോയി എന്നുള്ളത് പറഞ്ഞു. കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്, അല്ലാതെ നമ്മളാരും ഉണ്ടാക്കിയതൊന്നുമല്ല. നമ്മുടെ കാലഘട്ടത്തിൽ എന്താണോ അത് തന്നെയാവണം ഇന്നത്തെ കുട്ടികളും എന്ന് വാശി പിടിച്ച് നടക്കില്ല. അവർക്കനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും നല്ല കഴിയുന്നത്. അങ്ങനെ നമുക്ക് അനുഭവങ്ങളുണ്ട്. ഞാൻ 94-ലാണ് അധ്യാപക ജീവിതം ആരംഭിക്കുന്നത്. അന്നും ഇന്നും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ വഴിയിലേക്ക് പോകാനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം എന്നുള്ളത് അവർക്ക് ശരിയായ വഴി നമ്മൾ കാണിച്ചു കൊടുക്കുന്നില്ല. എല്ലാ വർഷങ്ങളിലും നമ്മളിപ്പോൾ 2-3 വർഷങ്ങളായിട്ട് ഒരു സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാവരുടെയും സഹകരണം കൊണ്ട് തന്നെയാണ്. PTA, SMC, OS, നമുക്കിനി OTA വരെ സഹായമുണ്ട്. ഇത് കൂടാതെയാണ് നമ്മൾ കഴിഞ്ഞ അധ്യയന വർഷം സ്കൂളിലെ കലാ, കായിക, സാമൂഹിക രംഗത്ത് ഒരു സാംസ്കാരിക പൈതൃകം ചേർപ്പ് ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഗ്രാമോദാഹരണം സാംസ്കാരിക വേദി നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഉദ്ഘാടന സദസ്സിൽ നമുക്കൊരു നല്ല ഒരു പുസ്തകം നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്തു, ഒരു പ്രകാശനമൊക്കെ നടത്തി. നമുക്കറിയാം, പൂർവ്വ വിദ്യാർത്ഥിയാണ് നമ്മുടെ ഗ്രാമോദാഹരണത്തിൻ്റെ തൊട്ടാർവാടികൾ എന്നുള്ള രീതിയിലുള്ള ഒരു പുസ്തകം കൂടെ അതിൻ്റെ നിർവചനം നടത്തിയിരുന്നു. അതിനുശേഷം നമ്മൾ അന്ന് തീരുമാനിച്ചാണ് ഗ്രാമോദാഹരണ സാംസ്കാരിക വേദിയുടെ കീഴിൽ നമുക്ക് നല്ലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ബുധനാഴ്ച നടക്കും. രാത്രി 7:30 തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ടിന് ആദ്യം തിരികൊളുത്തും. തുടർന്ന് പാറമേക്കാവും തിരികൊളുത്തും. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന് ഇത്തവണ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളെ നയിക്കുക ഒരാളാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ട ചരിത്രത്തിൽ ആദ്യമായാണ് 2 വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല ഒരാളിലേക്ക് എത്തുന്നത്. മുണ്ടത്തിക്കോട് സ്വദേശി PM സതീഷാണ് ഇരുവിഭാഗത്തിൻ്റെയും വെടിക്കെട്ട് ചുമതല. കഴിഞ്ഞ തവണ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ചുമതല ഇദ്ദേഹത്തിനായിരുന്നു. നഗരം കനത്ത പോലീസ് സുരക്ഷാ വലയത്തിലാണ്. സ്വരാജ് റൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് അനുവദിച്ച സ്ഥലങ്ങളിൽ നിന്ന് വെടിക്കെട്ട് കാണാം. ബഹുവർണ്ണ അമിട്ടുകൾ, ഗുണ്ട്, കുഴിമിന്നി, ഓലപ്പടക്കം തുടങ്ങിയവ വെടിക്കെട്ടിന് വർണ്ണശോഭ നൽകും. 20 പുലർച്ചെ 3 പ്രധാന വെടിക്കെട്ട്. പകൽപൂരത്തിന് ഉപചാരം ചൊല്ലി പിരിഞ്ഞ ശേഷവും വെടിക്കെട്ട് നടക്കും. ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന തൃശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന്റെ കുടമാറ്റത്തിന് ശോഭ കൂട്ടാൻ ഇത്തവണയും അരിമ്പൂരിൽ നിന്നുള്ള സ്പെഷ്യൽ കുടകൾ ഉണ്ടാകും. 6 വർഷമായി പാറമേക്കാവ് വിഭാഗത്തിന് സ്പെഷ്യൽ കുടകൾ ഒരുക്കുന്ന സോഹന്റെ വീട്ടിൽ കുടകളുടെ നിർമ്മാണം പൂർത്തിയായി. സ്വർണ്ണ നിറത്തിലുള്ള ആയിരക്കണക്കിന് ചെറുകുമിളകൾ പതിപ്പിച്ച ഈ സ്പെഷ്യൽ കുടകളും പൂരാവേശം നിറയുമ്പോൾ കുടമാറ്റത്തിൽ വർണ്ണശോഭ വിതറും. അരിമ്പൂർ ഉദയനഗർ സ്വദേശി 48 വയസ്സുള്ള ചേനാട്ട് സോഹൻ നെറ്റിപ്പട്ട നിർമ്മാണം ആരംഭിക്കുന്നത് 20 വർഷങ്ങൾക്ക് മുൻപാണ്. ഫാൻസി നെറ്റിപ്പട്ടങ്ങൾ, കോലം, തിടമ്പ് എന്നിവയായിരുന്നു പ്രധാനമായും നിർമ്മിച്ചിരുന്നത്. പാറമേക്കാവ് വിഭാഗത്തിന് സ്പെഷ്യൽ കുടകൾ നിർമ്മിക്കാൻ സോഹന് നിയോഗം ലഭിക്കുന്നത് 6 വർഷം മുൻപ് മുതലാണ്. അന്നു മുതൽ ഈ വർഷം വരെ പതിവ് മുടങ്ങിയിട്ടില്ല. സാധാരണ കുടകളിൽ നിന്ന് വ്യത്യസ്തമാണ് സ്പെഷ്യൽ കുടകൾ. ഇവയ്ക്ക് യഥാർത്ഥ കുടയുടെ ആകൃതി ഉണ്ടാകില്ല. വാൽക്കണ്ണാടി, നെറ്റിപ്പട്ടം, കോലം, ആലവട്ടം തുടങ്ങിയ രൂപത്തിലുള്ള സ്പെഷ്യൽ കുടകളാണ് സോഹൻ ഇതുവരെ നിർമ്മിച്ചു നൽകിയത്. 4 പേർ ചേർന്ന് 1 മാസത്തെ അധ്വാനമുണ്ട് കുട നിർമ്മാണത്തിന്. 14 കുടകളാണ് സോഹൻ തയ്യാറാക്കുന്നത്. വെൽവെറ്റ് ഫൈബറിൽ ഗോൾഡ് പെയിന്റ് ചെയ്ത കുമിളുകൾ എന്നിവയാണ് പ്രധാന നിർമ്മാണ വസ്തുക്കൾ. ഗോളക, നാഗപടം, കുമിളകൾ, ചൂരൽപ്പാളി, ശൂലം, ചന്ദ്രക്കല എന്നിവ കൃത്യമായി കലാപരമായി ഓരോ കുടകളിലും ചേർക്കും. 2000-ഓളം ചെറു കുമിളുകൾ ഓരോ കുടയിലും വെച്ച് പിടിപ്പിക്കും. കുട നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ എല്ലാം തന്നെ സോഹൻ സ്വന്തമായി നിർമ്മിക്കുന്നവയാണ്. പാലക്കാടുള്ള സ്വന്തം നിർമ്മാണശാലയിൽ നിന്നാണ് ഇവ എത്തിക്കുക. സോഹന്റെ മനസ്സിൽ തെളിയുന്ന രൂപങ്ങളാണ് കുടകൾക്ക് നൽകുന്നത്. പൂരക്കമ്മിറ്റിയുടെ അനുമതി വാങ്ങിയ ശേഷമാണ് ഈ ഡിസൈനുകൾ കുടകളിലേക്ക് ഉപയോഗിക്കുന്നത്. സോഹന്റെ മക്കളും കുട നിർമ്മാണത്തിന് സഹായിക്കാൻ കൂടെയുണ്ടാകും. ഞാനൊരു 6 വർഷമായി പാറമേക്കാവിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കുട ചെയ്യണത്. നെറ്റിപ്പട്ട നിർമ്മാണമായിട്ട് ഞാനൊരു 20 വർഷമായി നെറ്റിപ്പട്ട നിർമ്മാണം നടത്തുന്നത്. നമുക്ക് വേണ്ട മെറ്റീരിയൽ എല്ലാം നമ്മുടെ കമ്പനിയിൽ തന്നെ നിർമ്മിച്ചിട്ടാണ് വരുന്നത്.
ഞങ്ങളൊരു 6 പേര് ഒരു മാസത്തോളമായി ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞങ്ങളിതിന് മുന്നേ കഴിഞ്ഞ വർഷം വാൽ കണ്ണാടി, അതിന്റെ മുന്നത്തെ വർഷം കോലം, നെറ്റിപ്പട്ടം, പിന്നെ അതിന് ഒക്കെ മുന്നായിട്ട് പിന്നെ കൊട, കോലം, ആലവട്ടം, സ്പെഷ്യൽ ആലവട്ടം അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലും ഒരുപാട് പുതുമകളുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് ടൈമിന് അത് ചെയ്ത് പുറത്തേക്കാക്കുള്ളൂ. കഴിഞ്ഞ ദിവസം വല്ലച്ചിറയിൽ നിന്ന് കാണാതായ യുവാവിനെ വീടിനടുത്തുള്ള പാറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വല്ലച്ചിറ ഇളംകുന്ന് മുള്ളംകുഴി ചന്ദ്രന്റെ 42 വയസ്സുള്ള മകൻ ജയേഷിന്റെ മൃതദേഹമാണ് കണ്ടത്. കഴിഞ്ഞ ദിവസം വല്ലച്ചിറയിൽ നിന്ന് കാണാതായ യുവാവിനെ വീടിനടുത്തുള്ള പാറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വല്ലച്ചിറ ഇളംകുന്ന് മുള്ളംകുഴി ചന്ദ്രന്റെ 42 വയസ്സുള്ള മകൻ ജയേഷിന്റെ മൃതദേഹമാണ് കണ്ടത്. ഓട്ടോ ഡ്രൈവറായ ജയേഷിനെ ഞായറാഴ്ച പുലർച്ചെ മുതൽ കാണാനില്ലായിരുന്നു. ബന്ധുക്കൾ ചേർപ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടത്. ചേർപ്പ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് നീതി മെഡിക്കൽ ലാബ് വാർഷികം ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വാർഷികം പ്രമാണിച്ച് കുറഞ്ഞ നിരക്കിൽ പരിശോധനകൾ നടത്തുന്നതാണ്. ചടങ്ങിൽ പ്രദീപ് വലിയങ്ങോട്ട്, റീജ ജോണി, KK രാമൻ, ഷാജി കള്ളിയത്ത്, അനിത C, സണ്ണി ചാക്കോ, ലത സുരേന്ദ്രൻ, MS രേഖ എന്നിവർ പങ്കെടുത്തു. പാലക്കലിൽ പ്രവർത്തിക്കുന്ന വൃക്ഷവിദ്യ പ്രീ സ്കൂൾ വേനൽ ക്യാമ്പിന് തുടക്കമായി. 1.5 വയസ്സു മുതൽ 7 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. വൈകിട്ട് 6 മണി വരെ ഡേ കെയറും ട്യൂഷനും ലഭ്യമാണ്. ക്യാമ്പിൽ വിവിധങ്ങളായ വിജ്ഞാനപ്രദങ്ങളും വിനോദവും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ജൂൺ മുതൽ തുടങ്ങുന്ന അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള നഴ്സറി, LKG, UKG അഡ്മിഷനുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്യാമ്പിന്റെ ഭാഗമായി നടത്തിയ വിഷു ആഘോഷവും ഏറെ ശ്രദ്ധേയമായി. വല്ലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും നവയുഗ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് ആരംഭിച്ചു. സ്കൂൾ മാനേജർ ഫാദർ റാഫി തട്ടിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സിജോ എടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ജോഫി, നവയുഗ പ്രസിഡന്റ് അതുൽ ബാലകൃഷ്ണൻ, അഭിജിത്ത്, PC മിഥുൻ എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിലെ നൃത്തമണ്ഡപത്തിൽ ബംഗളൂരുവിൽ നിന്ന് വന്ന ഭരതനാട്യം നർത്തകി കാവ്യ കാശിനാഥൻ തന്റെ വഴവൂർ ശൈലിയിൽ ദേവനർത്തനമാടി. ഗുരുനാഥയായ നിതിൻ ശ്യാം ചിട്ടപ്പെടുത്തിയ ആടൽ നായകൻ എന്ന ശിവന്റെ നർത്തന ഭംഗിയെ പ്രകീർത്തിക്കുന്ന തമിഴ് കൃതിയിൽ പഞ്ചനടകളാലും ശിവകരണങ്ങളാലും സമ്പുഷ്ടമാക്കി. തുടർന്നാടിയ ദുർഗാരാഗത്തിലെ ബദ്രിയു സ്വാമി കൃതിയായ ആടപ്പോകന ഭരം രംഗ എന്ന തേവർനാമയിൽ ശ്രീകൃഷ്ണന്റെ ദശാവതാരവും ദ്രൗപദി വസ്ത്രാശവുമെല്ലാം സദസ്യരുടെ കണ്ണുകളെ ഈറനണിയിച്ച അഭിനയ പാഠം കാഴ്ചവെച്ചു. രേവതി രാഗത്തിലെ മഹാദേവ ശിവശംഭു എന്ന കൃതിക്ക് തനത് കുച്ചിപ്പുടി ശൈലിയിൽ സനിത് മുരളിയും നിരഞ്ജനയും ഭരതനാട്യത്തിൽ തന്റെ അരങ്ങേറ്റ വേദിയാക്കിയ പത്മകൃഷ്ണൻ ഗജാനനയുധം എന്ന ചക്രവാക രാഗഗണപതി കൃതിയിലും വേദി നിറഞ്ഞാടി. കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടിയും പ്രശസ്തി പത്രവും ഫലകവും പ്രസാദവും നൽകി ആദരിച്ചു. ചാത്തക്കുടം ക്ഷേത്രത്തിൽ വിശേഷാൽ എണ്ണ അഭിഷേകം ഏപ്രിൽ 20 ശനിയാഴ്ച നടക്കും. ചാത്തക്കുടം ശ്രീധർമ്മശാസ്താവിന് എല്ലാ മലയാള മാസവും 30 ശനിയാഴ്ചകളിൽ എണ്ണ അഭിഷേകം നടന്നുവരുന്നു. രാവിലെ 5:30 നിർമ്മാല്യത്തിന് ശേഷം അഭിഷേകം നടക്കും. തുടർന്ന് അഭിഷേകം ചെയ്ത എണ്ണ ഭക്തർക്ക് നൽകും. എണ്ണാഭിഷേകം വഴിപാടായി നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 7510335302 അല്ലെങ്കിൽ 9495005302. ചേർപ്പ് കിഴക്കൂട്ട് തറവാട് ക്ഷേത്രത്തിൽ കളംപാട്ട് മഹോത്സവം 17, 18 തീയതികളിൽ ആഘോഷിക്കും. 17 പുലർച്ചെ 4 ഗണപതി ഹോമം, ബ്രഹ്മരക്ഷസിന് പാൽപായസ പൂജ നിവേദ്യം, വൈകിട്ട് 6:30 ദീപാരാധന, കേളി, കലശം, രാത്രി 9 ഗുരുനാഥ സ്വാമിയുടെ കളം, 17 രാവിലെ 11 മുത്തപ്പന്മാരുടെ കളം,
വൈകിട്ട് 4:30 കരിങ്കുട്ടി സ്വാമി കളം, വൈകിട്ട് 6:30 ദീപാരാധന, തായമ്പക, രാത്രി 12 വിഷ്ണുമായ സ്വാമി കളം, ഭഗവതിയുടെ കളം ദർശനം, ഗുരുതി എന്നിവയും ഉണ്ടാകും. ചേർപ്പ് മുത്തുള്ളിയാൽ ദേശത്ത് താമസിക്കുന്ന പട്ടിയക്കാരൻ കുഞ്ഞാവുതൽ മകൻ 57 വയസ്സുള്ള അബ്ദുൽ കരീം മരണപ്പെട്ടു. ഖബറടക്കം നടത്തി. ഭാര്യ ഐഷാബി, മക്കൾ നവാസ്, റംസി, മുഹ്സിൻ, മിഥുന, ഷരീഫ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6795 രൂപ, പവന് 54,360 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കൽ സെന്ററിൽ UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വാഹനം ആക്രമിച്ചു. വാഹനത്തിന്റെ മുൻവശത്തെ ചില്ല് തകർത്തു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവധിക്കാല ക്യാമ്പ് വേനൽ മഴയ്ക്ക് തുടക്കമായി. ബുധനാഴ്ച മാനത്തെ സാമ്പിൾ പൂരം. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ബുധനാഴ്ച നടക്കും. വല്ലച്ചിറയിൽ നിന്ന് കാണാതായ യുവാവിനെ വീടിനടുത്തുള്ള പാറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.